ഇതുവരെ ഞാൻ യാക്കോബായിരുന്നു, എന്നാൽ ഇനി ഞാൻ ഇസ്രായേലാകാൻ പോകുകയാ. യാക്കോബ് എന്നുള്ള പേര് മാറ്റിയിട്ട്, യാക്കോബ് എന്നുള്ള പേര് കളഞ്ഞിട്ട് ഇന്ന് രാത്രി ഇസ്രായേൽ എന്ന പോസ്റ്റിലേക്ക്, ഇസ്രായേൽ എന്ന പേരിനകത്തേക്ക് പരിശുദ്ധ ആത്മാവ് ചിലരെ ഇന്ന് രാത്രി എടുത്തുകൊണ്ട് പോകുന്നെന്ന് ആത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ഇതുവരെയും നീ യാക്കോബാ. ഹലോ, ആ തുറന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ, ഞാൻ യാക്കോബ് അല്ല, ഇനി ഞാൻ ഇസ്രായേലാണ്. ഇനി ഞാൻ ഇസ്രായേലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ ഇസ്രായേലാണ്. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് അവിടെ, വളരെ സന്തോഷം നിറഞ്ഞൊരു ഭാഗം. ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ലാബാന്റെ വീട്ടിൽ നിന്ന് പ്രാപിച്ചിട്ട്, താങ്ക് യു രൂപേ, പ്രിയ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതൽ ഒത്തിരി റിസീവ് ചെയ്യുന്നല്ലോ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഈ ഒത്തിരി അനുഗ്രഹമൊക്കെ പ്രാപിച്ച് യാബോക്കിന്റെ കടവിലേക്ക് മടങ്ങി വന്ന് നിൽക്കുകയാ. ഒത്തിരി അനുഗ്രഹമുണ്ട്, താൻ പ്രാപിച്ചെടുത്ത അനുഗ്രഹം, തന്റെ ഭാര്യമാർ, പുത്രസമ്പത്ത്, ഹല്ലേലൂയ, ധനം, സകലതും, ആടുമാടുകൾ, സകലതും കയ്യിലുണ്ട്. എന്നാൽ യാബോക്കിന്റെ കടവ് വരെ വന്നപ്പോൾ യാക്കോബിനൊരു തിരിച്ചറിവുണ്ടായി. എന്താണെന്നറിയാമോ? ഞാൻ മടങ്ങിപ്പോകുകയാ. എവിടാ? എന്റെ സഹോദരന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോന്നു. അല്ലെങ്കിൽ ഞാൻ ശാന്തമായി സംസാരിക്കുകയാണ്. ഒരുമിച്ച് നമ്മൾക്ക് ആത്മാവിൽ ബലപ്പെടാം. നിങ്ങൾ ചിന്തിക്കരുത്, എല്ലാ ആഴ്ചയിലും സിസ്റ്റർ നല്ല എനർജറ്റിക് ആണല്ലോ, ഇന്നെന്തോ പറ്റിയെന്ന് അല്പ ശാരീരികമായ ക്ഷീണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. യാബോക്കിന്റെ കടവിൽ എത്തിയപ്പോ ഇദ്ദേഹത്തിനൊരു ചിന്ത, ഇനി യാക്കോബായി പോയാൽ പറ്റത്തില്ല. കാരണം അങ്ങേ തലയ്ക്കൽ എന്റെ സഹോദരൻ എന്നോട് എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പോകുന്നത് അടുത്ത വേറൊരാളായിട്ടാണെങ്കിൽ, ആ ഇസ്രായേൽ എന്ന അഭിഷേകത്തോടെയാണെങ്കിൽ എന്റെ സഹോദരന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, വർഷങ്ങളായി അലച്ചിലായി നടന്നവൻ ഒരിക്കൽ ഒരു അനുഗ്രഹവും മേടിച്ചുകൊണ്ട് ഒറ്റ വിടിയിൽ വീട് വിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയാ. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവിൽ ഇരുന്നിട്ട് കർത്താവിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളെ, ഞാൻ അതിനെ അങ്ങനെ അങ്ങ് പറയുകയാ, അനുഗ്രഹങ്ങളെ എല്ലാം അവിടെ നിർത്തിയിട്ട് തനിയെ മാറിയിരുന്ന് യാക്കോബ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തനിയെ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താന്നറിയാമോ? ഈ യാക്കോബിനറിയാം, ഈ അനുഗ്രഹമൊക്കെ എന്റെ കൂടെ ഉണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ചില ഫേവറുകൾ കൂടെ വെളിപ്പെടണം. എനിക്കൊരു ഫേവറുകൾ കൂടെ വെളിപ്പെടണം. എങ്കിലേ ഈ അനുഗ്രഹം നിലനിൽക്കത്തുള്ളൂ. ഈ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ എനിക്ക് ചില ഫേവറുകൾ വെളിപ്പെടണം. ഇന്ന് രാത്രി ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം അത് നിലനിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിങ്ങൾ തനിയെ ഇരിക്കണം. ഒരു യാബോക്കിന് രാത്രി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു യാബോക്കിന് രാത്രി ഉണ്ടെങ്കിൽ,
ഒരു കാര്യം ഉറപ്പാ, നിന്റെ സഹോദരന്റെ മുന്നിൽ നീ തോറ്റു പോകത്തില്ല. ഒരു യാബോക്ക് നിന്റെ മുന്നിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ എങ്ങും തോറ്റു പോകത്തില്ല. ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു യാബോക്കിനകത്ത് ഒരു എൻകൗണ്ടർ നീയുമായി നടത്തുവാൻ. ഓ ശാബ്ദുല റമനഗടക രഗദലമന, ഒരു യാബോക്കിനകത്ത് ഒരു എൻകൗണ്ടർ കർത്താവ് ആഗ്രഹിക്കുകയാ. ഒരു യാബോക്കിനകത്ത് ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രി എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കാം, യാക്കോബേ, ഇത്രയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ട് ഇനി എന്ത് അനുഗ്രഹമാ? യാക്കോബ് പ്രാർത്ഥിക്കുക, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഈ ഇത്രയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലേ? ആടുമാടുകൾ, പുത്രന്മാർ, സമ്പത്ത്, സകലതും. യാക്കോബ് പറയും, എനിക്ക് പ്രാർത്ഥന പറയും, വെളിപ്പെട്ടൊരു കാര്യമുണ്ട്. ഇതൊക്കെ കിട്ടിയാലും ഇത് നിലനിർത്തണമെങ്കിൽ എനിക്ക് ഇസ്രായേൽ എന്നൊരു പദവി വേണം, എനിക്ക് ഇസ്രായേൽ എന്നൊരു പേര് വേണം. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇസ്രായേൽ എന്നൊരു പദവി വേണമെന്ന്, എനിക്ക് ഇസ്രായേൽ എന്നൊരു പേര് വേണമെന്ന്. രാത്രി നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രി ഒരു യാബോക്ക് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. ഒരു യാബോക്ക് ഇന്ന് രാത്രി ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. ഒരു യാബോക്ക് ഇന്ന് രാത്രി ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ ആരാ ധനിയായിരിക്കുന്നത്? ആരാ ധനിയ അവിടെ ഇരിക്കുന്നത്? ഒന്ന് ദൂതനുമായി മല്ല് പിടിക്കുവാൻ, ദൂതനുമായി മല്ല് പിടിക്കുവാൻ ഇന്ന് രാത്രി ആരാ 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 റെഡിയാകുന്നേ? ഹല്ലേലൂയ. നിന്റെ അലച്ചിലുകൾക്ക് തീരുവാൻ ടൈമായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ അലച്ചിലുകൾ തീരുവാൻ ടൈമായി. ഹല്ലേലൂയ. ലാബാന്റെ ഭവനത്തിൽ കിടന്നത് മതിയാക്കി. അടുത്തത് നീ നിനക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ടൈമായി. നീ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ടൈമായെന്ന്. ആർക്കൊക്കെയോ വേണ്ടി എവിടൊക്കെയോ ക്ഷീണിച്ചു പോയ ചില മേഖലകള്, എവിടൊക്കെയോ നിന്നെ കുരുക്കിലാക്കിയത്, എവിടൊക്കെയോ നിന്റെ വാഗ്ദത്തത്തെ ഒതുക്കി വെച്ചത് ഇന്ന് രാത്രി ഒന്ന് പൊട്ടിച്ചു കയറുവാൻ തയ്യാറാണെങ്കിൽ ഒരു യാബോക്ക് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഒരു യാബോക്ക് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. ദൂതനുമായി ബൈബിളിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, കാലാളുകളോട് കൂടെ നീ ഓടിയിട്ട്. എനിക്കറിയാം, ശാന്തമായി ഞാൻ ഇങ്ങനെ പറയുമ്പോഴോ വലിയൊരു ദൈവ സാന്നിധ്യം ശക്തിയോടെ ചലിക്കുകയാ. ഹല്ലേലൂയ. ഒരു സമയത്ത് യാക്കോബിന്റെ ജീവിതം, ലാബാന്റെ വീട്, ആട്ടിൻകൂട്ടം, ഇങ്ങനെ അങ്ങ് ജീവിതം വർഷങ്ങൾ കൊണ്ട് പോവുക. പക്ഷെ ഒരു സുപ്രഭാതമായപ്പോൾ യാക്കോബിന് മനസ്സിലായി, ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ നിന്നാ പറ്റത്തില്ല. എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം, അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചെടുത്തൊരു വാഗ്ദത്തമുണ്ട്. അതിന്റെ പൂർത്തീകരണം. ഇങ്ങനെ ഇരുന്ന പറ്റത്തില്ല ദൈവമക്കളെ. ചില വാഗ്ദത്തത്തെ നീ നേടിയെടുക്കുവാൻ ടൈമായെന്ന്, ചില വാഗ്ദത്തങ്ങളെ നീ നേടിയെടുക്കുവാൻ മല്ല് പിടിക്കുവാൻ തയ്യാറാകുക. മല്ല് പിടിക്കുവാൻ തയ്യാറാകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
വാഗ്ദത്തം കിട്ടിയത് കൊണ്ട് യാക്കോബിന് ഭയങ്കര പ്രതികൂലവാ. കാരണം അമ്മ കേട്ട വാഗ്ദത്തം എന്തായിരുന്നു? മൂത്തവൻ ഇളയവനെ സേവിക്കും. ഹല്ലേലൂയ. മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇതാ അമ്മ കേട്ട വാഗ്ദത്തം. പക്ഷേ വാഗ്ദത്തം കേട്ടപ്പോ മുതൽ പ്രശ്നവും തുടങ്ങി. നീ വാഗ്ദത്തം കേൾക്കുമ്പോ മുതൽ പ്രതികൂലവും തുടങ്ങും. ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ പറയാ, നീ കേൾക്കുന്നത് പോലെ തന്നെ നിന്റെ വാഗ്ദത്തം കേൾക്കുന്ന മറ്റൊരാളും കൂടെ ഉണ്ട്. ആരാന്നറിയാമോ? പിശാച്. നീ ഏതെങ്കിലും ഒക്കെ ഒരു വാഗ്ദത്തം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദാസനിൽ കൂടെ, ഏതെങ്കിലും ഒരു ദൈവ മനുഷ്യനിൽ കൂടെ, അല്ലെങ്കിൽ നീ ഡയറക്റ്റ് ആയ ഒരു വാഗ്ദത്തം ദൈവസന്നിധി കേൾക്കുമ്പോ അങ്ങേ തലക്ക് പിശാച് പറയാൻ തുടങ്ങും, ഇല്ല, ഇവന്റെ പ്രോമിസ് ഞാൻ നടത്തത്തില്ല, ഇവന്റെ വാഗ്ദത്തം ഞാൻ കാണിക്കത്തില്ല, ഇവന്റെ നിയോഗത്തിനകത്തേക്ക് ഇവനെ ഞാൻ കയറ്റത്തില്ല. പക്ഷെ പിശാചേ, ഞാൻ നിന്നെ നോക്കി പറയുകയാ, ഇല്ല, മൂത്തവൻ ഇളയവനെ സേവിക്കൂ, മൂത്തവൻ ഇളയവനെ സേവിക്കൂ. ഇന്ന് രാത്രി ആരുടെ വാഗ്ദത്തത്തിന് ജീവൻ വെക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണേ. ഓ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിശാച് തീർന്നു കളയാൻ നോക്കിയ ചില വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ജീവൻ വെക്കുന്നു. ഓ അർജുന പ്രൗഢമന ഘടക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അമ്മയോട് പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. അവിടെ തുടങ്ങി പ്രതികൂല, അവിടെ തുടങ്ങി പ്രശ്നം, അവിടെ തുടങ്ങി പിശാചിന്റെ ഫൈറ്റ്. ഉദരത്തിൽ വെച്ച് ഇവന്റെ തലയിൽ ചവിട്ടി. പിശാച് പറഞ്ഞു, ഇല്ല, ഇവനെ ഞാൻ പുറത്തു കൊണ്ടുവരത്തില്ല, ഇവനെ ഞാൻ ജീവനോടെ പുറത്തു കൊണ്ടുവരത്തില്ല. ഇവന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് പുറത്തു വരാൻ നോക്കിയപ്പോ വാഗ്ദത്തമുള്ളവൻ ചെയ്തത് എന്താണെന്നറിയാമോ? പിശാചേ, നീ എന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ എന്റെ തലയിൽ ചവിട്ടാൻ ഞാൻ അനുവാദം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ കുതികാല് പിടിച്ചുകൊണ്ട് പുറത്തു വന്നെന്ന്. പൈശാചിക കോട്ടകളുടെ കാലുകളെ തകർക്കുന്ന ഒരഭിഷേകം യേശുവിന്റെ നാമത്തിൽ തുറകട്ടെ, 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 തുറകട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവന്റെ തലയിൽ ചവിട്ടി അവന്റെ സഹോദരൻ പുറത്തു വരാൻ നോക്കുക. അവന്റെ സഹോദരൻ പുറത്തു വരാൻ നോക്കുക. എന്താ? ഇവനെ ഞാൻ ഇറക്കി വിടത്തില്ല, ഇവന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് ഇവനെ ഞാൻ കയറ്റത്തില്ല, ഇവന്റെ പ്രോമിസിനകത്തേക്ക് ഇവനെ ഞാൻ കൊണ്ടുപോകത്തില്ല. നോ പിശാചേ, നടക്കത്തില്ല. എന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും, അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. ചിലരുടെ വാഗ്ദത്തങ്ങളൊക്കെ ജീവിക്കുകയാ. പിശാച് ചവിട്ടിയ ചില വാഗ്ദത്തങ്ങൾ, പിശാച് ചവിട്ടുവാൻ നോക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ ഇന്ന് രാത്രി ചിലർ നിയോഗത്തോടെ പിശാചിന്റെ കുതികാല് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു. അർജുന വൈഡ രഗന ഘടക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ സംഭവിക്കണേ. ഹല്ലേലൂയ. ഇങ്ങനെ പുറത്തു വന്ന യാക്കോബ്, ഹല്ലേലൂയ, തീർന്നു പോകണമെന്ന് പിശാച് പ്ലാൻ എഴുതിയാലും ഞാനിങ്ങനെ പറയാം, നടക്കത്തില്ല. ഇവനെ വെച്ച് പണിയെടുപ്പിച്ച് ഇവന്റെ വാഗ്ദത്തമല്ല ലാബാൻ തിരിച്ചു പിടിച്ചപ്പോ ഇവനങ്ങ് ഹല്ലേലൂയ, ഇവനെ വെച്ച് പണിയെടുപ്പിച്ച് ലാബാൻ അങ്ങ് അനുഗ്രഹം പ്രാപിച്ചു.
ചിലരൊക്കെ വാഗ്ദത്തത്തിനകത്തേക്ക് ആ ഇസ്രായേലായി ഇന്ന് രാത്രി കയറുകയാ. ഒരു ഇസ്രായേലായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കയറി വരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കയറുന്നു. ഓ ശബന രഗദനഗദഗ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. നിൻ ശ്രേഷ്ഠത എന്നെ വലിയവനാക്കി. എല്ലാവരും 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 ഇന്ന് രാത്രി ചില കൂടാരങ്ങൾക്കകത്തൊക്കെ ഒരു യാബോക്ക് വെളിപ്പെടുകയാ. ഒരു യാബോക്ക് വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ലാബാന്റെ വീടിനകത്ത് വെച്ച് തിരിച്ചറിവുണ്ടായ യാക്കോബ് ലാബാനോട് പറഞ്ഞു, ഹല്ലേലൂയ, നല്ലതൊക്കെ നീ എടുത്തോ, നല്ലതൊക്കെ നീ എടുത്തോ, എനിക്ക് വരെ കുറിയൊക്കെ മതി. പക്ഷെ അടുത്തത് അഭിഷേകമുള്ളവ ചെയ്തൊരു പദ്ധതിയുണ്ട്. എന്താ? പിന്നെ വൃക്ഷത്തിന്റെയോ വേദാം വൃക്ഷത്തിന്റെയോ വടിച്ചെത്തി എടുത്തോണ്ട് വന്ന് അതിന്റെ വെള്ള കാണുന്നത് വരെ അത് ചീകി വെളുപ്പിച്ച് എന്നിട്ട് എന്താ ചെയ്തത്? വെള്ളം കുടിക്കുവാൻ വന്ന ആടിന്റെ മുന്നിലേക്ക് ഇത് വെച്ചു കൊടുത്തു. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ചിലരുടെ വാഗ്ദത്തമൊക്കെ വെളിപ്പെട്ട് വരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ലാബാന്റെ പിടിയിൽ നിന്ന് ഇന്ന് രാത്രി ചിലത് പുറത്തു വരികയാ. ഓ ചില ലാബാന്യ പിടിയിൽ നിന്ന് ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റേതായി മാറുകയാ, നിന്റേതായി മാറുകയാ, നിന്റേതായി മാറുന്നു. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമോ ഹല്ലേലൂയ ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞൊരു പദമുണ്ട് യഹോവയോട്. ഹല്ലേലൂയ. ആ ഉടമ്പടിക്കകത്ത് പറയുന്ന ഒരു പദമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് മറ്റൊരു ഭാഗത്ത്. എന്റേതെല്ലാം നിന്റേത്, നിന്റേതെല്ലാം എന്റേത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ രാത്രി ചിലത് നിനക്ക് സ്വന്തമാവുകയാ. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ലാബാന്റെ കയ്യിലായിരുന്നത്, ഇതുവരെ ലാബാന നന്മ അനുഭവിച്ച് ഇന്ന് രാത്രി മുതൽ അത് നിനക്ക് സ്വന്തമാകുന്നു. പിടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില നിയോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങൾ, യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, തുറക്കട്ടെ. ഹല്ലേലൂയ. ഉദരത്തിൽ വെച്ച് പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഒരിടത്തും നടക്കാത്തൊരു കാര്യം, മൂത്തവൻ ഇളയവനെ സേവിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ചരിത്രം തിരുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ തുടങ്ങി. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, ഇത് കേട്ടിട്ട് അമ്മയുടെ വാക്ക് കേട്ട് അനുഗ്രഹവും മേടിച്ച് കൈ കിട്ടിക്കഴിഞ്ഞപ്പോ വീട് വിടേണ്ടി വന്നു, അമ്മയെ മറക്കേണ്ടി വന്നു, സകലരെയും മറക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഓടിപ്പോയി. ഏതെല്ലാം സാഹചര്യങ്ങൾ ഒറ്റയ്ക്കിരുന്നു, എവിടെയെല്ലാം നിലവിളിക്കേണ്ട പല അവസ്ഥകളും. ഹല്ലേലൂയ. എങ്ങനെ പറയാം, ഇന്ന് രാത്രി ഒരു യാബോക്ക് വെളിപ്പെട്ടാൽ നിന്റെ പരിമിതികളെ സ്വർഗം പൊളിക്കും. നിന്റെ പരിമിതികളെ എന്റെ ദൈവം പൊളിക്കോ. ചില പരിമിതികൾ ഇന്ന് രാത്രി പൊളിയുകയാ യേശുവിന്റെ നാമത്തിൽ. ചില പരിമിതികൾ വിനീഷ അമിത യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ചില പരിമിതികൾ ഇന്ന് രാത്രി പൊളിയുന്നു. ഒരു യാബോക്ക് പ്രിയ കുടുംബമേ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാ. ഏതൊക്കെയോ മേഖലയിൽ ലാബാൻ നിങ്ങളെ ഒതുക്കി വെച്ചത്, ലാബാൻ നിങ്ങളെ ഒതുക്കി വെച്ച മേഖല, ലാബാൻ നിന്നെ പിടിച്ചു വെച്ചത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ തിരിച്ചു പിടിക്കുന്ന ടൈമാണെന്ന് പ്രിയ കുടുംബത്തോട് ഇന്ന് രാത്രി പ്രവചിക്കുന്നു.
യാക്കോബ് എന്ന പദം മാറിയിട്ട് ഹല്ലേലൂയ ഇസ്രായേൽ എന്ന പോസ്റ്റിലേക്ക്, ഇസ്രായേൽ എന്ന പദവിയിലേക്ക് പ്രിയ കുടുംബമേ നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയാ. ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പുതിയ ചില മേഖലകളിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില പുതിയ അഭിഷേകത്തിലേക്ക്, ചില പുതിയ നിയോഗത്തിലേക്ക്, പുതിയ ശുശ്രൂഷയിലേക്ക് ഷൈനാൻഡി നിന്ന് പിടിച്ച് പുതിയ ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അപ്പോയിന്റ് ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിൽ അതിപ്പോ സംഭവിക്കുന്നു. അത് സംഭവിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ആത്മാവിൽ പറയുന്നത് അതുപോലെ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. കുരുവാക്യത്തിൽ പറയട്ടെ ഹല്ലേലൂയ. അക്കരെ കടന്നു ഒറ്റയ്ക്കിരിക്കുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ഒറ്റയ്ക്ക് ചിലരെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നോ ഇന്ന് ഏതെങ്കിലും ഒരു ടൈം ഒറ്റയ്ക്കിരിക്കുവാൻ കർത്താവ് നിങ്ങളെ ആഗ്രഹിക്കുകയാ. എന്തിനാ? ഒരു പേര് മാറി നിന്നെ അടുത്തൊരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എങ്ങനെയാ? നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു ജയിച്ചു. ചിലതിനോട് മല്ല് പിടിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ആ മല്ല് പിടിച്ച് ജയിക്കുവാൻ ചില പ്രാർത്ഥനാ വിഷയങ്ങളെ നോക്കി മല്ല് പിടിക്കുക. ചില പ്രതികൂലങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് മല്ല് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ സാധ്യത നിനക്ക് വിപരീതമാ. ആന്റി, പ്രിയ കുടുംബത്തോട് ഞാൻ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ. സാഹചര്യം വിപരീതമാ. ഹല്ലേലൂയ. നിനക്ക് അനുകൂലമല്ല സാഹചര്യം. പക്ഷെ സ്വർഗം പറയുന്നത് മല്ല് പിടിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന്. ആത്മാവിനോട് പറയുന്നു ഇതുവരെ നടക്കാത്ത ചില മേഖലകൾ ഈ ആഴ്ച നീ ചാടിക്കടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചാടിക്കടക്കാൻ തുടങ്ങുകയാണെന്ന്. ഒരു യാബോക്ക് നിന്റെ മുന്നിൽ വെളിപ്പെടുമെന്ന്. ഒരു യാബോക്ക് പ്രിയ കുടുംബമേ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുകയാ. ഞാൻ പറയാം, യാക്കോബേ മല്ല് പിടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ മേലൊരു പ്രോമിസ് ഉണ്ട്. എന്താ? അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഞാൻ കേട്ടൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. മൂത്തവൻ ഇളയവനെ സേവിക്കും. അതെന്റെ വാഗ്ദത്തമാ. ഞാനിങ്ങനെ പറയാം, ഏത് ലാബാന്റെ വീടിനകത്ത് നിന്നെ കുരുക്കാൻ നോക്കിയാലും, ഏത് ലാബാന്റെ വീടിനകത്ത് നീ തീരാൻ നോക്കിയാലും, പിശാച് നിന്റെ ലൈഫ് മുഴുവനും, നിന്റെ ജീവിതം മുഴുവനും, നിന്റെ ഇയർ മുഴുവനും അവിടെ കളയാമെന്ന് പ്ലാൻ ചെയ്താലോ, നിന്നെ അതിനകത്ത് നിന്ന് ഒറ്റ രാത്രി കൊണ്ട് എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന്. ഇന്ന് രാത്രി ചിലരുടെയൊക്കെ ഇയറുകളെ പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരികയാ. വർഷങ്ങളായി കേട്ട വാഗ്ദത്തം ഇതുവരെ നടക്കാതെ ആ കേട്ടങ്ങ് ഇരിക്കുകയാ. കേട്ട് ഡെയിലി കേൾക്കുകയാ. ഏത് മീറ്റിങ്ങിനകത്ത് കയറിയാലും കേൾക്കുകയാ. പക്ഷെ സ്വർഗം എന്ന് പറയുന്നു ഇല്ല, ഇന്ന് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാ. ഇന്ന് രാത്രി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുമെന്ന്. ഹല്ലേലൂയ. വാഗ്ദത്തം ഉണ്ടെങ്കിൽ പ്രതികൂലം കൂടുതലാട്ടോ.
നോക്കിക്കേ, പിശാച് ഉദരത്തിൽ വെച്ച ഫൈറ്റ് തുടങ്ങി. അമ്മയോട് ഈ വാർത്തത്തെ അമ്മ കേൾക്കുമ്പോ പിശാച് ഉദരത്തിലെ ഫൈറ്റ് തുടങ്ങി. നിന്നെ ഞാൻ പുറത്തു വിടത്തില്ല, നിന്നെ ഞാൻ പുറത്തു വിടത്തില്ല, ഹല്ലേലൂയ, നിന്നെ ഞാൻ ആദ്യം വിടത്തില്ല, നിന്റെ തലയിൽ ഞാൻ ചവിട്ടും, നിന്റെ വാറ്റത്തെ ഞാൻ ചവിട്ടും. പക്ഷെ ഇന്ന് രാത്രി നിയോഗമുള്ള നീ അവന്റെ കാലിൽ പിടിച്ച് നിന്റെ തലയിൽ അവന്റെ കാല് വെക്കാൻ അനുവാദം കൊടുക്കാതെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി വന്ന എത്ര പേരുണ്ട്. ചില കൈക്കൊക്കെ അധികാരം ദൈവം ഇന്ന് തരികയാ, ചില കരകൾക്കൊക്കെ ആ അധികാരം ഇന്ന് രാത്രി പരിശുദ്ധങ്ങൾ കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ ചില കരകളുടെ അധികാരം, ചില പൈശാചിക മേഖലകളുടെ കാലുകളെ പിടിക്കുവാൻ, കാലുകളെ കുത്തി കാലിനെ പിടിച്ച് പുറത്തു വരുന്ന അഭിഷേകം, പുറത്തു വരുന്ന അധികാരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്, ഫാദർ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഇത് പറയുമ്പോ ദാവീദ് ഭയങ്കര പ്രതികൂലത്തിലൊക്കെ കടന്നുപോയൊരു വ്യക്തിയാ. അന്നേരം എല്ലാം ദാവീദ് പറയും, ഗുഹയിൽ കിടക്കുമ്പോഴും പറയും, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. പ്രതികൂലം വന്ന് നിൽക്കുമ്പോഴും പറയും, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ശൗല് കൊല്ലാൻ വരുമ്പോഴും പറയോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കോ. പിശാച് നിന്റെ പുറകെ നടന്ന് നിനക്കെതിരായി ഫൈറ്റ് ചെയ്യുമ്പോ നീ നിന്റെ വാറ്റത്തെ നോക്കി പറഞ്ഞാണോ, ഇല്ല, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന എന്റെ പ്രോമിസ്. ഹല്ലേലൂയ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുമെന്ന എന്റെ മേൽ കിടക്കുന്ന വാറ്റത്ത് പിശാച് അതിനെതിരെ ഏതെല്ലാം പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കിയാലോ, ഹല്ലേലൂയ, ഞാനിങ്ങനെ പറയാം, ഏത് രാജ്യത്തിന്റെ നിയമം തിരിഞ്ഞാലോ, പക്ഷെ ഞാൻ പറയാ, നീ അതിനകത്ത് കാലുകുത്തണമെന്ന് ദൈവത്തിന്റെ പ്ലാനിനകത്തുള്ള കാര്യമാണെങ്കിൽ, ഹല്ലേലൂയ, ആ ടൈമില് നിനക്ക് വേണ്ടി രാജ്യങ്ങളുടെ നിയമത്തെ പോലെ എന്റെ ദൈവം തിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് രാത്രി എന്റെ ദൈവത്തിനൊരു നല്ല മഹത്വം കൊടുപ്പാട്ടെ. നടക്കത്തില്ലെന്ന പിശാച് പറയുന്നത്, നിന്റെ വാഗ്ദത്തം നടക്കത്തില്ല, രാജ്യത്ത് കാലുകുത്തത്തില്ല, ഈ അനുഗ്രഹം നിനക്ക് നിലനിൽക്കത്തില്ല. പക്ഷേ നീ പറയണം, ഈ അനുഗ്രഹം നടക്കാതിരിക്കാൻ ഞാൻ യാക്കോബല്ല, ഞാൻ ഇസ്രായേലാ. എനിക്ക് യാബോക്കിനകത്ത് വെച്ച വെളിപ്പെട്ട ഒരു എൻകൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ പ്രാപിച്ച ഒരു അഭിഷേകമുണ്ട്. അവിടെ നിന്ന് എന്റെ മേൽ വീണൊരു തീയുണ്ട്, എന്റെ മേൽ വീണൊരു പുതപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രസംഗത്തിലൊക്കെ ഒത്തിരി പറയുന്ന ഒരു കാര്യമാണ് യോസഫിനെ പറ്റി. യോസഫ് സ്വപ്നം കണ്ട് സഹോദരന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ പ്രശ്നം തുടങ്ങിയത്. അതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ചേട്ടന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നം തുടങ്ങി. വളരെ സന്തോഷത്തോടെ ചേട്ടന്മാരെ ക്ഷേമം അന്വേഷിക്കുവാൻ ചെന്നവനെ നോക്കി പറയുക, സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്ന് നമുക്ക് കുഴിച്ചിടാം. പിശാചേ, നീ എന്തെല്ലാം പ്ലാൻ ഒരുക്കിയാലും ഏതെല്ലാം പദ്ധതി ഒരുക്കിയാലും എന്റെ കറ്റ എഴുന്നേക്കൂ, എന്റെ കറ്റ എഴുന്നേക്കൂ, എന്റെ കറ്റ എഴുന്നേക്കൂ. ഹല്ലേലൂയ. എന്റെ വാഗ്ദത്തം നടക്കൂ.
പൊട്ടക്കിണർ വീഴുമ്പോഴും യോസഫ് പറയും, എന്റെ കറ്റേ എഴുന്നേക്കത്തുള്ളൂ, എന്റെ കറ്റേ എഴുന്നേക്കത്തുള്ളൂ, വേറെ ആരുടെയും കറ്റ എഴുന്നേക്കത്തില്ല. ഞാൻ കണ്ടതാ ദർശനം, ഞാൻ കണ്ടതാ സ്വപ്നം, എന്റെ കറ്റേ എഴുന്നേക്കത്തുള്ളൂ. പറഞ്ഞു, പൊട്ടക്കിണറ്റിൽ വീട് തീർന്നുപോയി, ഇനിയില്ല. അവിടെ നിന്ന് അടുത്തത് അതിനെക്കാട്ടിന് വലിയ പ്രശ്നം. പൊത്തിപ്പേറിന്റെ ഭവനം, തല പൊക്കാൻ വയ്യാത്ത വിഷയവാത്, തല ഉയർത്തി നിൽക്കാൻ വയ്യാത്ത വിഷയവാത്. പക്ഷെ അതിനകത്ത് വെച്ചും യോസഫ് പറഞ്ഞു, ഇല്ല, എന്റെ കറ്റ എഴുന്നേക്കും. ഇന്ന് നീ ആയിരിക്കുന്ന പ്രതിസന്ധിയെ നോക്കി പറയാൻ പറ്റുമോ, എന്റെ കറ്റ എഴുന്നേക്കുമെന്ന്? എന്റെ കറ്റ എഴുന്നേക്കും. ഞാനിത് പറയുമ്പോ ഡോക്ടേഴ്സ് പറയും, ഇല്ല, ഉദരം അടഞ്ഞതാ, ഉദരത്തിന് ബലമില്ല, ശക്തിയില്ല, ഒരു തലമുറ അതിനകത്തുനിന്ന് വരാൻ സാധ്യതയില്ല. പക്ഷെ സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തര. പുറത്ത് നിൽക്കുന്ന ആരുടെയും പ്രാർത്ഥനയ്ക്കല്ല കേട്ടോ, ആലയത്തിൽ വന്ന ആരുടെയും പ്രാർത്ഥനയ്ക്കല്ല. സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്കാ. ആർക്കൊക്കെയോ വേണ്ടി രാത്രി ദൂതൻ ഇറങ്ങുന്നല്ലോ, ദൂതൻ ഇറങ്ങുന്നല്ലോ. ഞാൻ കാണുക, ചില ദൂതൻ ഇറങ്ങി, ദൂതൻ ഇറങ്ങി. ചിലതിനൊക്കെ ചാടിക്കടക്കുന്ന ഒരു അഭിഷേകം, ചാടി പിടിക്കുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ രാത്രി വ്യാപരിക്കുന്നു. സാന്നിധ്യത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് യാബോക്കിനകത്തേക്ക് വന്ന് നിന്റെ നന്മയെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്ക്. രാത്രി കൈമാറുന്നു. ചില പ്രോമിസുകളൊക്കെ ദൈവം ഉറപ്പിക്കുകയാ, ചില പ്രോമിസുകളൊക്കെ ദൈവം ഇന്ന് രാത്രി ഉറപ്പിക്കുകയാ. കഴിഞ്ഞ മണിക്കൂർ വരെ പിശാച് നിന്റെ കാതിൽ പറഞ്ഞില്ലേ, നടക്കത്തില്ലെന്ന്. നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അത് നടക്കും, അത് നടക്കും. എന്താ? നീ ദൂതനുമായി മൽപിടുത്തത്തിന് തയ്യാറാണെങ്കിൽ, ദൂതനുമായി മൽപിടുത്തത്തിന് തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ചിലത് നിന്റെ മുന്നിൽ കാണാൻ തുടങ്ങുകയാ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അല്പ മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മുഴുവനായി നിന്റെ സ്നേഹ സന്നിധിയിൽ ലാബാന്റെ വീടിനകത്തു നിന്ന് ചിലരൊക്കെ ഇന്ന് രാത്രി പുറത്തിറങ്ങുകയാ. ലാബാന്റെ വീടിനകത്തു നിന്ന് ഇന്ന് രാത്രി ചിലരൊക്കെ പുറത്തിറങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലർ പുറത്തു വരുമോ? ഒരു തിരിച്ചറിവ്, ഒരു തിരിച്ചറിവ്, ഒരു തിരിച്ചറിവ് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു തിരിച്ചറിവ് ഇന്ന് രാത്രി സംഭവിക്കുന്നു. എന്താ തിരിച്ചറിവ്? ഇനി എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം. ഇതുവരെ ഞാൻ അധ്വാനിച്ചത് മുഴുവൻ ലാഭം അനുഭവിച്ചു. ഇനി എനിക്ക് വേണ്ടി, ഇനി എനിക്ക് വേണ്ടി. ലാബാനോട് പറഞ്ഞു, നല്ലതൊക്കെ നീ എടുത്തോ, എനിക്ക് കുറച്ച് മോശമായത് മതി.
ഞാനിങ്ങനെ പറയാം, നിന്റെ കയ്യിൽ കുറച്ച് മോശമായിരിക്കുന്നതെങ്കിലും നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അതിനെ ബ്യൂട്ടിഫുൾ ആക്കുമെന്ന്. ഓ ചിലതിനെ ഇന്ന് രാത്രി ബ്യൂട്ടിഫുൾ ആക്കുക യേശുവിന്റെ നാമത്തിൽ. ജനിറ്റ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഏതൊക്കെയോ മേഖലകളെ നിന്നെ ബ്യൂട്ടിഫുൾ ആക്കുമെന്ന്. ഓ നിന്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി പരിമിതികൾ പൊട്ടുന്നു, പരിമിതികൾ പൊട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. പരിമിതികൾ 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 പൊളിയുന്നു ഇന്ന് രാത്രി. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഒരു ഡിവൈൻ ബ്യൂട്ടിയാക്കി നിന്നെ പുറത്തു കൊണ്ടുവരികയാ. ആരാ കുഞ്ഞെ പറഞ്ഞ നീ മോശമാണെന്ന്? ആരാ കുഞ്ഞെ പറഞ്ഞ നിന്നെ കൊള്ളത്തില്ലെന്ന്? ഒതുങ്ങിയിരിക്കാനല്ല നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു യാബോക്ക് വെയിറ്റ് ചെയ്യുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു യാബോക്ക് വെയിറ്റ് ചെയ്യുകയാ. കാലാളുകളോട് കൂടെ ഓടുന്നത് നിർത്ത, കുതിരകളോടുകൂടെ നീ ഓടിക്കോ. ഒരു പ്രത്യേക എന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുന്ന ഒരു കാഴ്ച, ഈ സ്കേറ്റിംഗ് ബോർഡിന്റെ കടിയില് വീല് പിടിപ്പിച്ചിരിക്കുന്നത് പോലെ എന്തോ നിന്റെ കാൽപാദങ്ങൾക്കടിയില് ഇത് നിങ്ങൾ റിസീവ് ചെയ്തോ. നിന്റെ വേഗത കൂട്ടുന്ന ഒരു എന്നെ പറയുന്ന പരിശുദ്ധങ്ങളുടെ സ്പീഡോമീറ്റർ ഒക്കെ പോലെ ഒരു വീലുകളെ പരിശുദ്ധ പിടിപ്പിക്കുന്നെന്ന് യേശുവിന്റെ നാമത്തിൽ. ശക്തികളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുകയാ. പരിശുദ്ധന്മാരോട് പറയുന്നു, കാലാളുകളോട് കൂടെ ഓടുന്നത് നിങ്ങൾ നിർത്ത. കാലാളുകളോട് കൂടെ ഓടുന്നത് നിങ്ങൾ നിർത്തിക്കോ. അടുത്തത് നീ ഇസ്രായേലായി, നീ ഇസ്രായേലായി. നിന്റെ ഡെസ്റ്റിനേഷൻ അകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ ലാബാന്റെ വീടിനകത്തിട്ട് നിന്നെ വട്ടം കറക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലര് ക്രോസ് ചെയ്യുകയാ. ജാസ്മിനെ ദൂത് പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. ചില ലാഭാന്യ ശക്തികളുടെ പിടിയിൽ നിന്ന്, ചില ലാഭാന്യ ശക്തികളുടെ പിടിയിൽ നിന്ന് ഇന്ന് രാത്രി പരിശുദ്ധമാ നിന്നെ പുറത്തു കൊണ്ടുവരികയാ. കരമടിച്ച് അല്പ മിനിറ്റുകൾ ചിലരുടെ മേലൊക്കെ അസാധാരണമായ നിയോഗം, ചില ആലച്ചിലുകൾ നിൽക്കുന്നെന്ന് എന്താ പരിശുദ്ധമായ വേടനോട് പറയുന്നു. നിന്റെ ആലച്ചിലുകള് ലാബാന്റെ വീട്, ആട്, അതിന്റെ തീറ്റ കൊടുക്കുന്ന പരിപാടി, അതിനെ ശുശ്രൂഷിക്കുന്ന പരിപാടി, അതെല്ലാം ഇന്ന് രാത്രി തീരുകയാ. നീ നിനക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇഷ്ടം ചെയ്യുവാൻ ഇതുവരെ നിന്റെ അഭിഷേകത്തെ വെച്ച് ലാബാൻ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. എനിക്കറിയില്ല പരിശുദ്ധന്മാരോട് അങ്ങനെ പറയുന്നു. നിന്റെ അഭിഷേകത്തെ വെച്ച്, നിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം വെച്ച് ആരൊക്കെയോ നന്മ അനുഭവിക്കുകയാ. നീ കേട്ടത് എന്താ വാഗ്ദത്തം? ഹല്ലേലൂയ. നീ ഇസ്രായേലാകുമ്പോ നീ കേട്ട വാഗ്ദത്തം എന്തുവാ? നിന്റെ പ്രോമിസ് എന്തുവാ? പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? നിന്നെ വെച്ച്, നിന്റെ മേൽ കിടക്കുന്ന ബ്ലെസ്സിങ് വെച്ച് ലാബാന്റെ വീട് ഗ്രഹം അനുഗ്രഹം പ്രാപിക്കുകയാ.
തന്റെ മൃഗസമ്പത്ത് അങ്ങ് വർദ്ധിക്കുകയാ. യാക്കോബേ, ഇന്നെങ്കിലും ആ തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ആ തിരിച്ചറിവ് ഉണ്ടാകട്ടെ. പൈശാചിക കോട്ടകളെ തകർക്കുവാൻ നിന്റെ മേൽ നിൽക്കുന്ന, നിന്റെ വാഗ്ദത്തത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന, നിന്റെ പ്രോമിസിനെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക കോടുകളെ പൊട്ടിക്കണമെന്നൊരു തിരിച്ചറിവ്. ഓ ശാവാവ ജൂഡാദാദാ രാധാലാബാബ അർത്തുബരഗലബ രഗബലബലബ ഓ റീബാബാബാബ ഉദലബലബ സിബിലമനനി ചില യാബോക്ക് ഗണമുകൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കുഞ്ഞെ, ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നീ പ്രാപിക്കേണ്ട ചില വാഗ്ദത്തങ്ങളുണ്ട്. നീ ഇന്ന് കേട്ടതല്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ 7-8 വയസ്സ് മുതൽ നീ കേൾക്കാൻ തുടങ്ങിയ ചില വാഗ്ദത്തങ്ങൾ, പക്ഷെ അതിന്റെ ഒരു അറ്റത്ത് പോലും നീ എത്താൻ കഴിയാതെ എവിടൊക്കെയോ നിന്നെ ഒതുക്കിയ ലാബാന്റെ ഭവനം. ആത്മാവിനോട് പറയുന്നു, നീ അതിനകത്തു നിന്ന് പുറത്തു വരാൻ ടൈമായി. നീ അതിനകത്തു നിന്ന് പുറത്തു വരാൻ ടൈമായി. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അപ്രതീക്ഷിതമായതെന്തോ 3 മാസത്തിനകം നിന്റെ ലൈഫിനകത്ത് സംഭവിക്കുമെന്ന് ഇതൊന്ന് നീ സ്വീകരിച്ചു. അപ്രതീക്ഷിതമായത്. ഓ റീ ബാബാ ബാബാ ഒരു വർഷിപ്പുമായി ബന്ധപ്പെട്ട് നിന്നെ പരിശുദ്ധാത്മാവ് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നീ ഇപ്പം ഇരിക്കുന്ന സാഹചര്യം നിനക്കതിന് കഴിയുന്നില്ല. നിന്റെ പ്രോമിസ് എവിടെയോ ബാൻഡായി കിടക്കുകയാ. നിന്റെ വാഗ്ദത്തം എവിടെയോ ബാൻഡായി കിടക്കുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ലാബാന്റെ ഭവനത്തോട് ഗുഡ് ബൈ പറയാൻ ടൈമായി. കുഞ്ഞെ, ലാബാന്റെ ഭവനത്തോട് നീ ഗുഡ് ബൈ പറയാൻ ടൈമായെന്ന്. ചിലരോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു, ലാബാന്റെ ഭവനങ്ങളോട് ഗുഡ് ബൈ പറയാൻ ടൈമായി. നിന്റെ വാഗ്ദത്തത്തിലേക്ക് കയറുവാൻ ആ തീ പിടിക്കുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം ചിലരൊക്കെ ഇന്ന് രാത്രി ഗുഡ് ബൈ പറഞ്ഞ് പുറത്തു വരികയാ. ചില ലാബാന്റെ ശക്തികളോട് ടാറ്റ പറഞ്ഞ് ചിലർ നിയോഗത്തിൽ കയറുന്നു. ജനിച്ച നിങ്ങളെ ഭയങ്കര തീ വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. റിസീവ് ദ നെയിം ഓഫ് ജീസസ്. നിന്റെ അഭിഷേകത്തെയാണ് ലാഭ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ടാറ്റ പറയാൻ തയ്യാറാണ്. നിന്റെ വാഗ്ദത്തത്തെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. നിന്റെ ആരോഗ്യത്തെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് പുറത്തു വരാൻ. എനിക്കറിയാം ഭയങ്കര തീ ചിലരുടെ വീഴുകയാ. യേശുവിന്റെ നാമത്തിൽ ഭയങ്കര അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ നീ കേട്ട വാഗ്ദത്തമുണ്ടല്ലോ, അതിനകത്ത് നീ തന്നെ ജീവിക്കത്തുള്ളു. നിന്റെ പേരിലുള്ള വേറെ ആരും കൊണ്ടുപോകത്തില്ല. പക്ഷെ നീ ബൈ പറയാൻ തയ്യാറാകണം. ലാബാനോട് പറഞ്ഞു, നല്ലതൊക്കെ നീ എടുത്തോ, മോശമായതൊക്കെ മതി എനിക്ക്. ഞാൻ പറയാം, ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇത് പറയുമ്പോ സത്യം പറഞ്ഞ ലാബാൻ ഞെട്ടിത്തെറിച്ച് കാണും. എടാ, എന്ത് മണ്ടത്തരമായി യാക്കോബേ നീ പറയുന്നത്. നീ വന്ന് നിന്നിട്ടാ ഈ അനുഗ്രഹം എല്ലാം എനിക്കുണ്ടായത്.
മണ്ടനല്ല. ഹല്ലേലൂയ. മണ്ടനായിട്ടല്ലത് പറഞ്ഞത്. ഒരു തിരിവ് എന്റെ ദൈവം ആഗ്രഹിക്കുകയാ. ഒരു തിരിവ് സംഭവിക്കുകയാ. യേശുവിന്റെ രാത്രി ഇന്ന് രാത്രി ഒരു തിരിവ്. ഇത് പറഞ്ഞിട്ട് പോയ യാക്കോബ് വടിയെടുത്തു. വടിക്കകത്ത് ഒരു ദൈവ സാന്നിധ്യമുണ്ട്. വടിക്കകത്ത് ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ വടി ചീകി അത് വെള്ള കാണുവോളം ചീകി പിറ്റേന്ന് വെള്ളം കുടിക്കാൻ വന്ന ആടുകളുടെ മുന്നിലേക്ക് ഇത് വെച്ചു കൊടുത്തു. നിങ്ങളെ ഭാഗമൊക്കെ വായിക്കണമേ. ഇത് കണ്ടാട്, ഞാനിങ്ങനെ പറയാം, എന്റെ ഭാഷയിൽ പറഞ്ഞ വടിയല്ല കണ്ടത്. ആടിന്റെ കണ്ണില് ഒരു വെറും വടിയല്ല കണ്ടത്. യാക്കോബിന്റെ പ്രോമിസുകൾ എഴുതിയിരിക്കുന്നതാ കാണുന്നേ. ഓ, യാക്കോബിന്റെ പ്രോമിസുകൾ എഴുതിയിരിക്കുന്ന കാണുന്നേ. ആ പ്രോമിസുകൾ എഴുതി കണ്ടപ്പോ ജീവൻ വെക്കാൻ തുടങ്ങി. അടുത്തത് സംഭവിച്ചത്, പിന്നെ അതിനകത്ത് സംഭവിച്ചത്, പിന്നെ പെറ്റുപെരിയത് യാക്കോബിനുള്ളതാ. പിന്നെ സംഭവിച്ചത് യാക്കോബിന്റെ ചരിത്രം തിരിയുന്നത് പോലെയാ. ഷെർനാന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, പിശാച് കാണുന്നത് നിന്റെ വാക്തത്വത്തെയാ. സാധ്യതകൾ കൂട്ടി കണക്റ്റാക്കി നോക്കുമ്പോൾ ചിലതൊക്കെ നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ഒരു വടിക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് ആ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടും. ഓ റീ ബാബാ ഷാൽബ്ര കറ്റുറിമ ഓലാബാ ഷാൽബ്ര ഹന്ദര രദൽകമനഗഡഗ. ചിലരുടെയൊക്കെ കരത്തിൽ ആ വടി ഇന്ന് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ആ കരത്തിനകത്ത് ആ വടി ഇന്ന് രാത്രി ഹോൾഡ് ചെയ്ത് വെക്കുന്ന എത്ര പേരുണ്ട്? ഒരു വടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുകയാ. പൂത്തു തളർക്കുന്ന ഒരു വടി, പൂത്തു തളർക്കുന്ന ഒരു വടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഖരോന്റെ വടി, പൂത്തു തളർക്കുന്ന ഒരു വടി. ചില കരത്തിനകത്ത് ഇന്ന് രാത്രി, എനിക്കറിയാം, ചില കരങ്ങൾക്ക് ഇന്ന് വടി പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ കൈമാറുന്നു. ലാബാൻ കവർന്നു കൊണ്ടുപോയ ചില മേഖലകൾ ചിലർ തിരിച്ചു പിടിക്കുകയാ. ഹല്ലേലൂയ. ആരോഗ്യത്തെയാണോ കവർന്നു കൊണ്ടുപോകുന്നത്? മഞ്ജു ചേച്ചി നൂത് പിടിച്ചോ? വർഷങ്ങളായി, നാളുകളായി ശരീരത്തെ ഒന്നിലധികം ഒന്ന് മാറി നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ചില ലാഭാന്യ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയുന്നു. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് ഒരു യാബോക്ക് വെളിപ്പെടുന്നുണ്ട്. ഒരു യാബോക്ക് വെളിപ്പെടുന്നുണ്ട്. ഒരു യാബോക്ക് നിനക്ക് വെളിപ്പെടുകയാ. നിന്റെ സഹോദരന് തകർക്കുവാൻ കഴിയാത്തൊരു യാബോക്ക്, സഹോദരന് തീർക്കുവാൻ കഴിയാത്തൊരു യാബോക്ക്. ഹല്ലേലൂയ. നിന്നെ ഇസ്രായേൽ എന്ന പദവിയിലേക്ക്, ഇസ്രായേൽ എന്ന പദവിയിലേക്ക് നിന്നെ അപ്പോയിന്റ് ചെയ്ത ഒരു യാബോക്ക്. യേശുവിന്റെ നാമത്തിൽ ചില കെടുതികൾ അഴിയുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചില കെടുതികൾ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. ചില കെടുതികൾ യേശുവിന്റെ നാമത്തിൽ രാത്രി അഴിഞ്ഞു മാറുന്നു. ഓരോ
പുറകെ വന്ന പുറകെ നടക്കുന്ന എല്ലാ മാന്യ ശക്തിക്ക് പിടികൊടുക്കാതെ യേശുവിന്റെ നാമത്തിൽ നീ മുന്നോട്ട് കുതിക്കുകയാണെന്ന്. ചിലരിന്ന് രാത്രി പൈശാചിക മേഖലയ്ക്ക് പിടികൊടുക്കാതെ മുന്നോട്ട് കയറുന്നു. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കുകയാ. മല്ല് പിടിക്കാൻ പറ്റുമോ? പിടിവിടരുത്. ഒരു പക്ഷേ മടുത്തുപോയിട്ടുണ്ട് പ്രാർത്ഥിച്ചല്ലേ, നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ സ്വർഗം പറയുന്നു പിടിവിടരുത്. ദൂതനുമായി മല്ല് പിടിച്ചോ, എനിക്കറിയാം ആ ശരീരത്തിൽ കത്തുന്ന ഒരു അഭിഷേകം. കത്തുന്ന ഒരു അഭിഷേക ചലനമെന്ന് രാത്രി അസാധാരണമായി ദൈവം തുറക്കുന്നു. ചില വാഗ്ദത്തങ്ങൾ ജീവൻ വെക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് കടന്ന് യാക്കോബ് മല്ല് പിടിച്ചിട്ട്, ഹല്ലേലൂയ, ഉഷസാവോളം ഈ ദൂതൻ പറഞ്ഞങ്ങ് വിടന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് മല്ല് പിടിക്കുക. പറ്റത്തില്ല, നീ എന്തെങ്കിലും എന്നോടൊന്ന് പറയാതെ നിന്നെ ഞാൻ വിടത്തില്ല. നീ എന്തെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിക്കാതെ, നീ എന്തെങ്കിലും എന്നോടൊന്ന് പറയാതെ നിന്നെ ഞാൻ വിടത്തില്ല. എനിക്കിങ്ങനെ ചിന്തിക്കുകയാണേ, സാക്ഷി കെട്ടിട്ട് ദൂതൻ പറയുക, ഈ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചു. അതുകൊണ്ട് ഇനി യാക്കോബല്ല ഇസ്രായേൽ. യാക്കോബ് ഇസ്രായേലായി മാറാൻ പോകുകയാ. എല്ലാ കണ്ണുകളും ദിവസങ്ങളും ഇസ്രായേലായി തുടങ്ങുകയാ. യാക്കോബ് ഇസ്രായേലായി മാറുക. യാക്കോബ് ഇസ്രായേലായി മാറുക. കൂടാരത്തിനകത്ത് ചില ഇസ്രായേൽ ഇസ്രായേൽ എഴുന്നേൽക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഷൈനി ആന്റി, പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ. ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു പേര് പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ആ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ. അത് നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടേണ്ട ഒരു നന്മയാണെന്ന് ആത്മാവിനോട് പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലരുടെ രാത്രി ഹല്ലേലൂയ ഒരു എൻകൗണ്ടർ നടക്കുകയാണ്. കുഞ്ഞച്ചനന്ദ അച്ഛാ, ഒരു എൻകൗണ്ടർ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. ചില വാഗ്ദത്തങ്ങളെ നീ പിടിക്കാൻ പോകുകയാണ്. ചില വാഗ്ദത്തങ്ങൾ പിടിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണേ. ഉണ്ണിയങ്ങളെ യേശുവിന്റെ നാമത്തിൽ കൂടാരത്തിൽ അത് സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നു. കിടക്കുന്ന ചില എഴുന്നേറ്റ് നടക്കുന്ന ഒരു കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണേ.
യേശുവിന്റെ നാമത്തിൽ